മക്കളെ? ഇത് ഞങ്ങളുടെ വിശക്കുന്നോ? താത്തയാണേ. ഇല്ലയോ? താത്തയെന്ന് വെച്ചാല് നിങ്ങള് കേൾക്കുന്ന ആദ്യമായിട്ടായിരിക്കും ആ ഒരു പേര്. എന്റെ ചേച്ചിയുടെ അമ്മായിയമ്മ. വിശക്കുന്നൂന്ന് ചോദിച്ചത് കേട്ടോ? ആ അമ്മയുടെ ആ ഒരു ചോദ്യം മതി നമ്മുടെ വയറ് നിറയാനേ. ഇത് ചെമ്പനരിയിലാ അമ്മയുടെ വീട്. ശരിക്കും നാട്ടുംപുറത്തുകാര്. ഒരു കള്ളത്തരോ എന്താ പറയുന്ന ഒരു 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 ഇത് നിഷ്കളങ്കമായ ആൾക്കാരെന്നൊക്കെ പറയില്ലേ? അതുപോലെ ഒരു രസം വെക്കുവാണേ. നമ്മൾ ഈ പ്രായത്തിലുള്ളവരൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഓടിപ്പോവാ, മിക്സിയിലിട്ട് അടിക്കുക, ഗ്യാസ് കത്തിക്കുക. നിമിഷ നേരം കൊണ്ട് രസം വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത കിടുതാപ്പുകളെല്ലാം വാരിയിട്ടിട്ട് രസമാക്കി കഴിഞ്ഞ് അമ്മ ദാണ്ട കല്ലിൽ അതെല്ലാം ചതച്ചെടുക്കുന്ന പാള വെച്ചൊക്കെ വടിച്ചെടുക്കുന്ന കണ്ടോ, കൈ വെച്ചെടുക്കാതെ. ഇതൊക്കെ എത്ര പേര് കണ്ടു. എന്നിട്ട് വിറകടുപ്പിലേ ചെയ്യത്തുള്ളൂ. പണ്ടൊക്കെ രസം നമ്മൾ വെക്കുമ്പോഴേ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വയറുവേദന, ഗ്യാസ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാ ഇടയ്ക്കൊക്കെ ഈ രസം, പിന്നെ ചെറിയ ചെറിയ പനി, ജലദോഷമൊക്കെ വരുമ്പോഴും രസം നല്ല ചില വലിയ വലിയ ഹോട്ടലുകളിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ രസം കുടിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാൽ അല്ലാതെ അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും വാരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഇത് ഗ്യാസ് ഒക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിന് വയറിന് നല്ലതാണെന്നാ പറയുന്നത്. അപ്പൊ അമ്മ ഇതെല്ലാം കല്ലിൽ തന്നെ ചതച്ച് ചതച്ചെടുത്തിട്ട് അടുപ്പിൽ ഇങ്ങനെ വെച്ച് ഞങ്ങളൊക്കെ വെക്കേഷൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വയറ്റി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വെക്കേഷൻ ആകുമ്പോൾ ഓടി അവിടെ ചെല്ലും. വേറൊന്നും കൊണ്ടല്ല, അത്ര നല്ല ടേസ്റ്റോടെ അമ്മ ഫുഡ് ഉണ്ടാക്കി തരും. അതൊന്ന് കഴിക്കേണ്ട തന്നെയാ സത്യം. നിങ്ങൾ വിചാരിക്കും പിന്നെ അവളുടെ അങ്ങനല്ല, എല്ലാ സാധനവും അടുപ്പിൽ വെക്കുക, മൺകലം അങ്ങനെയുള്ള സെറ്റപ്പ്. രാവിലെ തണുത്ത ആഹാരം ഒന്നും അവർ കഴിക്കാറില്ല, ഫ്രിഡ്ജിൽ വെക്കാറില്ല. ഈ രസം ഒന്ന് കണ്ടു നോക്കിയിട്ട്